طلابي السلام عليكم ورحمة الله وبركاته. كيف أنتم؟ أنكم فهمتم في الفصل الماضي عن إشارات المرور. لا നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഷാറാത്തുൽ മുറൂറുകൾ പഠിച്ചു. മാഹിയ ഇഷാറാത്തുൽ മുറൂർ, ഇഷാറാത്തുൽ ട്രാഫിക് സിഗ്നൽസ് കുറച്ച് പഠിച്ചു, കുറച്ചധികം ട്രാഫിക് സിഗ്നൽസ് ഒക്കെ പഠിച്ചു. പരീക്ഷയ്ക്ക് ഇതുപോലെ ചിത്രങ്ങൾ തന്ന് അതിൻ്റെ സിഗ്നലിൻ്റെ അർത്ഥം അറബിയിൽ എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും, മാച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും, പരീക്ഷയ്ക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി 72-ാമത്തെ പേജ് അസാനി വസ്സബഈൻ 72-ൽ നഖറഉൽ ഫിഖറ വനക്തുബിൽ കലിമാത്തിൽ മുവാഫിഖ ലിസ്സൂറ. ഇവിടെ ഓരോ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്ക് പുറത്ത് എഴുതി കൊടുക്കണം. അതായത് ഒന്നാമത്തെ എന്താ, മസാ യൗമിൽ അഹദ്. മസാ യൗമിൽ അഹദ്, ഞായറാഴ്ച വൈകിട്ട്. ദഹബിന മാതാ, ഞങ്ങൾ പോയി. ഇല ഐൻ മാ ഹാദിഹി, ഇതെന്താ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണത്? ഇതെവിടെയാണ് സ്ഥലം? മാ ദഹബിന ഇലൽ മദീന. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് കൊടുക്കണം? മസാ യൗമുൽ അഹദ് ദഹബിന ഇലൽ മദീന എന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അടുത്തതോ കാനഷാരിയു, അന്നേരം പോയ സമയത്ത്. കൈഫ കാനഷാരിയു, അഷാരിയു എങ്ങനെ ഇരിക്കുന്നു ഇവിടെ? ഹുനാക്ക മറാക്കിബ് കസീറ, ധാരാളം വണ്ടികളുണ്ട്. അപ്പോൾ എന്തുണ്ടാവും അവിടെ? തിരക്കിന് നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് തിരക്കായിരുന്നു റോഡ് എന്ന് പറഞ്ഞതിന് ഇവിടെ ഒരു വാക്ക് പഠിച്ചല്ലോ, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? കാനഷാരിയോ, ഇതാ അവിടെ കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? മുസ്ദഹിമ അല്ല മക്കളെ, അല്ലേ? മുസ്ദഹിമ എന്ന് എവിടെ എഴുതണം? ഇതിൻ്റെ ഇവിടെ എഴുതണം. ഓക്കെ, മുസ്ദഹിമ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? അൽ മദീന. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് വഖഫത്തി സയ്യാറത്തു, കാറുകൾ നിന്നു. സുഫൂഫൻ, ലൈനായിട്ട്. ഇന്ദ, എവിടെയാണ്? ഇതേതാ സ്ഥലം? ഇതേപോലൊരു സ്ഥലം നമ്മൾ കഴിഞ്ഞ ഇഷാറത്തുൽ മുറൂറിൽ ഒരെണ്ണം കണ്ടല്ലോ. എന്താ അതിൻ്റെ പേര് പറഞ്ഞത്? ഹുവൽ മഫ്രഖ്, അല്ലേ? ഇതായിരിക്കണം മഫ്രഖ്, ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം മഫ്രഖ് എന്ന്, സുഫൂഫൻ ഇന്ദൽ മഫ്രഖ് എന്നിവിടെ വരും. റെഡിയല്ലേ മക്കളെ? അടുത്തതോ, അപ്പോൾ 3 സെൻറ്റൻസ്. ഇതിങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ, ഈ സെൻറ്റൻസ് വെച്ച് പാരഗ്രാഫ് പോലെ എഴുതാനാണ്. അപ്പോൾ ചിത്രം തന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അറബി വാക്ക് എഴുതിയ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവും. അടുത്തത് റഅയ്ന ഫീഹി, ഞങ്ങൾ അവിടെ കണ്ടു. ഫിൽ മഫ്രഖ്, ഹുനാക ഫിൽ മഫ്രഖ് ഷൈഉൻ മാ ഹാദാ? ഹാദിഹി ഇഷാറ, അല്ലേ? അൽ ഇഷാറ, ഇഷാറ എന്നവിടെ ഉണ്ടോ? അതാ അവിടെ ഉണ്ട്. ഇഷാറത്ത്, ഇഷാറാത്ത് എന്നുണ്ട്, അല്ലേ? പിന്നെ ഒരു ഇഷാറക്ക് എന്ത് പറയുക? ഇഷാറ എന്തെങ്ങനെ? ഇഷാറ, ഇഷാറത്തിൽ മുറൂർ എന്ന് പറയാം. വെറും ഇഷാറ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വഖഫത്തി സയ്യാറത്തില റഅയ്ന ഫീഹി ഇഷാറ എന്നിവിടെ എഴുതി കൊടുക്കണം. ഓക്കെ മക്കളെ. അടുത്തത് ബഅദ ലഹ്ലാത്തിൻ, ബഅദ ലഹ്ലാത്തിൻ, കുറച്ച് സമയത്തിന് ശേഷം. അലാ അല്ലൗൻ, മാ ഹാദൽ ലൗൻ, ഇതേതാ നിറം? അല്ലൗൻ. അലാ അല്ലൗനുൽ അഖ്ലർ എന്നിവിടെ വരും, അല്ലേ? അല്ലൗനുൽ അഖ്ലർ എന്ന് എഴുതാറിയില്ലേ? ഇവിടെ വന്നിട്ടുണ്ട് അല്ലൗനുൽ അഖ്ലർ. ഇവിടെ ലൗന് അല്ലെങ്കിൽ അല്ലൗ എന്ന് പറയാം. അല്ലൗ ഉൽ അഖ്ലർ ഇവിടെ ദഹിക്കണതാ, അല്ലൗ ഉൽ അഖ്ലർ. ഓക്കെ, ഇതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അല്ലൗ ഉൽ അഖ്ലർ എന്ന് ഇവിടെ എഴുതണം മക്കള്, ഇവിടെ എഴുതണം. ഓക്കെ, ലഹ്ലാത്തിൻ അല്ലാ അല്ലഹുൽ അഖ്ലർ സിർന ഇലൽ അമാം, ഞങ്ങൾ മുമ്പോട്ട് പോയി. സുമ്മ ഫഷാഹദ്ന, അപ്പോൾ ഞങ്ങൾ കണ്ടു. അൽ മുഷാഹത്ത, കാൽനടയാത്രക്കാർ. യഅ്ബറൂന, കടന്നു പോകുന്നു. എന്തിലൂടെ? അലാ, പെഡസ്ട്രിയൻ ക്രോസിംഗ്. അതിനതൊരു വാക്കുണ്ടല്ലോ, മഅ്ബറുൽ മുഷാത്ത് എന്ന് ഇവിടെ ഉണ്ട്, അല്ലേ? ഇരിക്കണു മഅ്ബറുൽ മുഷാത്ത്. അപ്പോൾ നമുക്കിവിടെ അല മഅ്ബറുൽ മുഷാത്ത് എന്ന് എഴുതണം. സുമ്മ ഔഖഫത്തി സയ്യാറ, അല്ല ഔഖഫ്ന സയ്യാറ, ഞങ്ങൾ കാറ് നിർത്തി. എവിടെ? പാർക്കിംഗ് ഏരിയ, അല്ലേ? അപ്പോൾ ഫി അൽ മൗഖിഫ്, മൗഖിഫ് എന്നിവിടെ പഠിച്ചല്ലോ, അല്ലേ? ഇതായിരിക്കണം പാർക്കിംഗ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഔഖഫിനെ സയ്യാറ ഫിൽ മൗഖിഫ്, മൗഖിഫ് എന്നിവിടെ എഴുതി കൊടുക്കണം. ശരിയല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ അത്രയാണ് ആ പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ഓരോ സെൻറ്റൻസും എഴുതി നമുക്കൊരു പാരഗ്രാഫാക്കി മാറ്റാം. അടുത്തത് നഖറഹു വ നഫ്ഹം. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിൽ ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ വായിക്കേണ്ടത്? മുനീറുൻ ത്വാലിബുൻ യദ്റുസു ഫീ ഇഹ്ദ മദാരിസിൽ മദീന. മുനീർ മൻ? മുനീറുൻ ത്വാലിബുൻ. മുനീർ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ മുനീർ എന്ന വാക്ക് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നത്? മുനീർ വാക്ക് ഒരു പേരാ, അല്ലേ? ഇസ്മാണ്, ഒരു ഇസ്മാണ്. ത്വാലിബോ വിദ്യാർത്ഥിയാണ്, അതും ഒരു ഇസ്മാണ്. അപ്പോൾ ഇവിടെ ഇതൊരു സെൻറ്റൻസാണ്. ഇത്രയും വെച്ച മുനീറും ത്വാലിബ് എന്ന് പറഞ്ഞാൽ ഒരു ജുംലയാണ്, അല്ലേ? മുനീർ ഒരു വിദ്യാർത്ഥിയാണ്, കംപ്ലീറ്റ് സെൻറ്റൻസാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഇസ്മ കൊണ്ടല്ലേ, അല്ലേ? അങ്ങനെയുള്ള ഇസ്മ, അങ്ങനെയുള്ള സെൻറ്റൻസുകളെ, ഈ സെൻറ്റൻസിന് നമ്മൾ അൽ ജുംലത്തുൽ ഇസ്മിയ എന്നാണ് പറയുക. എന്താണ് മക്കളെ? അൽ ജുംലത്തുൽ ഇസ്മിയ. ജുംലത്തുൽ ഇസ്മിയയുടെ പ്രത്യേകത എന്താ? അത് ഒരു ഇസ്മ കൊണ്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. എന്നാൽ അതേസമയം നോക്കൂ, യദുറുസു ഫി ഇഹ്ദൽ മദാരിസിൽ മദീന. യദുറുസു, യദുറുസു മാതാ? അവൻ പഠിക്കുന്നു. എവിടെ? ഫി ഇഹ്ദ മദാരിസിൽ മദീന. മദീനയിലെ, പട്ടണത്തിലെ ഒരു സ്കൂളുകളിൽ ഒന്ന് അവൻ പഠിക്കുന്നു എന്നാണ്. സ്കൂളുകളിൽ ഒന്നിൽ അവൻ പഠിക്കുന്നു. അപ്പോൾ യദുറുസു വെച്ചാണ് അടുത്ത സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്, അല്ലേ? യദുറുസു പഠിക്കുന്നു. പഠിക്കുന്നു ഉള്ളതൊരു ഇസ്മാണോ? അല്ല, അതൊരു ഫിയലാണ്. ഫിയൽ എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനം, വെർബ് എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഇപ്പോൾ ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഒരു ഫിയൽ കൊണ്ടാണ്. അത് ഇവിടെ എവിടം വരെയുണ്ട്? ഇത്രയുണ്ട് സെൻറ്റൻസ്, അല്ലേ? അതാണ് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ്. അവനൊരു മദ്രസ, എന്താണ്? പട്ടണത്തിലെ മദ്രസകളിൽ ഒന്നിൽ അവൻ പഠിക്കുന്നു. ഇതാണ് സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് യദുറുസ് വെച്ചായതുകൊണ്ട്, ഒരു ഫിയലായതുകൊണ്ട് നമ്മൾ ഈ മൊത്തം സെൻറ്റൻസിനെ പറയുക എന്തായെന്നറിയോ? അൽ ജുംലത്തുൽ ഫിഅലിയ. കണ്ടോ? അൽ ജുംലത്തുൽ ഫിഅലിയ, ഫിയൽ കൊണ്ട് തുടങ്ങിയ ജുംലയാണ്. ഓക്കെ. ഇനി അടുത്തത് ഫി അഹദിൽ അയ്യാം. അങ്ങനെ ഒരു ദിവസം ആദ മുനീർ, ആദ മുനീർ, മുനീർ മടങ്ങി ഇലാ മൻസിലിഹി, അവൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ആദ മുനീർ ഇലാ മൻസിലിഹി. ആദ എന്ന് വെച്ചാൽ മടങ്ങി. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്ന ഇത് നിങ്ങൾ കണക്കാക്കണ്ട കേട്ടോ. നമ്മൾ ഫേൽ വെച്ച് തുടങ്ങണതും ഇസ്മ വെച്ച് തുടങ്ങണതുമായ സെൻറ്റൻസുകൾ നോക്കിയാൽ മതി. ആദ മുനീർ ഇലാ മൻസിലിഹി, മുനീർ വീട്ടിലേക്ക് മടങ്ങി, അല്ലേ? അപ്പോൾ ആദ എന്നുള്ള മടങ്ങി എന്നല്ലേ, അതൊരു ഫേലാണ്. അപ്പോൾ അത് ജുംല ഏതായിരിക്കും? ഫേലിയായിരിക്കും. മനസ്സിലായോ? പിന്നെ വാലിദുഹു, അവൻ്റെ ഉപ്പ, മുനീറിൻ്റെ ഉപ്പ ജാലിസുൻ ഇരിക്കുകയാണ്. എവിടെ? ഫി വാജിഹത്തിൽ ബൈത്ത്, വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് തുടങ്ങിയത്? വാലിദ് എന്ന് പറഞ്ഞ വാക്ക് എന്താ? ഇസ്മല്ലേ? ആണ്, അല്ലേ? അപ്പോൾ ഈ സെൻറ്റൻസ് മുഴുവൻ എന്ത് ജുംലയാണ്? അൽ ജുംലത്തുൽ ഇസ്മിയാണ്. ഓക്കെ. സുമ്മ പിന്നെന്താണ്? കാല ലി വാലിദിഹി, കാല അവൻ പറഞ്ഞു, ലി വാലിദിഹി വാപ്പയോട്, അല്ലേ? പറഞ്ഞു എന്ന് വെച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ജുംലയായിരിക്കും? ജുംല ഫിയലിയായിരിക്കും, അല്ലേ? അടുത്ത് ഇസ്തദമത്ത് സയ്യ, ബാബ ഉപ്പ, ഇത് വേറൊരു വാക്കാണ് കേട്ടോ, അത് കണക്കാക്കണ്ട. ഇസ്തദമത്ത് സയ്യാറത്തും ബി ദറാജ. ഇസ്തദമ എന്ന് വെച്ചാൽ ഇടിച്ചു, സയ്യാറ കാറ്, ബി ദറാജ മത ഒരു സൈക്കിൾ ഇടിച്ചു, സൈക്കിളിനെ കാർ ഇടിച്ചു, അല്ലേ? അപ്പോൾ ഇടിച്ചു എന്ന വാക്ക് വെച്ച് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് വരിക? അൽ ജുംലത്തുൽ ഫിഅലിയായിട്ടാണ് അത് കണക്കാക്കുക. പിന്നെ സഖത്ത റജുലുൻ ഫി ഷാരി, ഒരു മനുഷ്യൻ റോട്ടിൽ വീണു. സഖത്ത വീണു, അപ്പോൾ സഖത്ത ഫേൽ വെച്ച് തുടങ്ങി, അപ്പോൾ വീണ്ടും ജുംല ഫേലിയ. ഓക്കെ. ഓ ഷാരിഖ് മുസ്ദഹിമുൻ, റോഡ് ഭയങ്കര തിരക്കുള്ളതാണ്. ഷാരിഖ് എന്ന് വെച്ചാൽ റോഡ്, ഒരു ഇസ്മല്ലേ? അപ്പോൾ ഇസ്മ വെച്ച് തുടങ്ങിയപ്പോൾ എന്തായി? ഈ ജുംല ഇസ്മിയായിരിക്കും. പിന്നെ സാലദ്ദമു മിൻ രിജ്ലിഹി, സാല ഒഴുകി, അദ്ദം രക്തം, മിൻ രിജ്ലിഹി അവൻ്റെ കാലിൽ നിന്ന് രക്തമൊഴുകി. ഒഴുകി എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇത് ജുംല ഫേലിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാരഗ്രാഫ് കിട്ടിയാൽ അതിൽ ജുംല ഇസ്മിയയും ജുംല ഫേലിയയും തിരിച്ചെഴുതാൻ വേണ്ടി പരീക്ഷയ്ക്കുണ്ടാവും.
ഒരു കാര്യം വളരെ സിമ്പിളാണ്. ഇസ്മ വെച്ച് തുടങ്ങിയതെല്ലാം ജുംല ഇസ്മിയ, ഫേല് വെച്ച് തുടങ്ങിയതെല്ലാം ജുംല ഫേലിയ. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. മുനീറുൻ താലിബിൻ ഇസ്മാണ്, വാലിദുഹു ജാലിസുൻ ഇസ്മാണ്, അഷാരിയു മുസ്ദഹിമുൻ ഇസ്മാണ്, ആദ മുനീറുൻ ഇല മൻസിലിഹി ആദ വെച്ച് ഫേല് വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. ഇസ്തദമത്ത് സയ്യാറത്തും ബി ദറാജ സഖത്ത റജുലുൻ ഫിഷാരി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു പ്രവർത്തനമാണ്. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിൽ ജുംല ഫിയലിയെയും ജുംല ഇസ്മിയെയും തിരിക്കാനാണ്. ഞാൻ വായിക്കാം. ഫി സബാഹി പ്രഭാതത്തിൽ, രാവിലെ, ഇൻ ദി മോർണിംഗ്, അൽ ബാക്കിർ ഇൻ ദി ഏർലി മോർണിംഗ്, രാവിലെ നേരത്തെ, സാഹദ്ദീക്കു കോഴി കൂവി. സാഹദ്ദീക്കു എന്നുള്ളത് കോഴി കൂവി, ഒരു സെൻറ്റൻസ് അല്ലേ അല്ലേ? ഇവിടെ കൂവി എന്നുള്ള വാക്ക് വെച്ചാൽ തുടങ്ങിയിട്ടുണ്ട്, സ്വാഹ. അപ്പോൾ ഇതിലെ പെടുക സ്വാഹദ്ദീക്കു എന്ന് നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ എഴുതി കൊടുക്കാം അല്ലേ, ജുംല ഫേലിയായിട്ട്. പിന്നെ കൂന്ന് കൂവി. ഇസ്തൈഖല ജോർജ് മിനന്നവും, ഇസ്തൈഖല എണീറ്റു, ജോർജ് മിനന്നവും ഉറക്കത്തിന് എണീറ്റു അല്ലേ. അപ്പോൾ എണീറ്റു എന്നുള്ളതൊരു പ്രവർത്തനമല്ലേ, ഒരു പേരല്ലല്ലോ ആണ്. അപ്പോൾ ഇസ്തൈഖല ജോർജുൻ മിനന്നവും എന്നുള്ളത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം, ഈ രണ്ടാമത്തേൽ എഴുതാം അല്ലേ. ഓക്കെ. പിന്നെ ഹുവ മുസാരിഉം മുജ്തഹിദുൻ, അദ്ദേഹം ജോർജ് ഒരു ഹുവ അദ്ദേഹം മുസാരിഉം കൃഷിക്കാരനാണ്, മുജ്തഹിദുൻ അധ്വാനിയായ കൃഷിക്കാരനാണ്. അപ്പോൾ ഹുവ അവൻ അല്ലേ, അവൻ എന്ന് പറഞ്ഞ ഒരു ഇസ്മല്ലേ. അപ്പോൾ നമുക്കത് ഇവിടെ ചേർക്കാം, ഹുവ മുസാരിഉം മുജ്തഹിദ് എന്നുള്ളത് ഇവിടെ ചേർക്കാം. പിന്നെ തനാവലൽ ഫുത്തൂർ, തനാവല കഴിച്ചു, അൽ ഫുത്തൂർ പ്രഭാത ഭക്ഷണം, കഴിച്ചു എന്നുള്ളതൊരു ഫേലാണ്. അപ്പോൾ നമുക്കിവിടെ എടുക്കണം ജുംല ഫേലിയയിൽ ചേർക്കണം, തനാവലൽ ഫുത്തൂർ. പിന്നെ ദഹബ ജോർജ് ഇലാ മസ്റഅത്തിഹി, ദഹബ പോയി, ജോർജ് ഇലാ മസ്റഅത്തിഹി തോട്ടത്തിലേക്ക്. അപ്പോൾ പോയി എന്ന് വെച്ചാൽ തുടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദഹബ ജോർജ് ഇലാ മസ്റഅത്തിഹി എവിടെ എഴുതണം, അൽ ജുംല ഫേലിയയുടെ താഴെ എഴുതണം. ഓക്കെ. പിന്നെ മസ്റഅത്തുഹു വാസിഅ, മസ്റഅ എന്ന് വെച്ചാൽ തോട്ടം, ഹു അവൻ്റെ, വാസിയ വിശാലമാണെന്ന്. അപ്പോൾ ഏതാ വരിക, മസ്റഅത്ത് തോട്ടം എന്നുള്ളതൊരു ഇസ്മല്ലേ. അപ്പോൾ നമുക്ക് ഇസ്മിയയുടെ ജുംല ഇസ്മിയയുടെ താഴെ മസ്റഅത്തുഹു വാസിയ എന്ന് എഴുതാം. പിന്നെ വഷംസു സൂര്യൻ മുർത്തഫിയ ഉയർന്നിട്ടുണ്ട്, ഷംസ് എന്നുള്ളൊരു ഇസ്മല്ലേ. അപ്പോൾ വീണ്ടും ജുംല ഇസ്മിയയിൽ എഴുതാം, വഷംസു മുർത്തഫിയയും ജുംല ഇസ്മിയ വരും. പിന്നെ യൗമലു ജോർജ് ഫിൽ മസ്റഅ ഹത്തൽ മസാ, യൗമലു ജോർജ് വർക്ക് ചെയ്യുന്നു, ഫിൽ മസ്റഅ തോട്ടത്തിൽ, ഹത്തൽ മസാ വൈകുന്നേരം വരെ അല്ലേ. അപ്പോൾ യൗമലു എന്നുള്ളത് എന്താണ്, ഒരു ഫിയലാണ്. അപ്പോൾ നമ്മൾ എവിടെ എഴുതണം, യൗമലു ജോർജ് ഫിൽ മസ്റഅത്തി ഹത്തൽ മസാ എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതാം, ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതാം. ഓക്കെ. അടുത്തത് ഇന്ദൽ ഖുറൂബ്, ഇന്ദ ഖുറൂബി ഷംസി, വൈകിട്ടായപ്പോൾ സൂര്യൻ അസ്തമിച്ചപ്പോൾ, യർജിഉ ഇലാ മൻസിലിഹി അവൻ വീട്ടിലേക്ക് മടങ്ങുന്നു. യർജിഉ ഇലാ മൻസിലിഹി, യർജിഉ മടങ്ങുന്നു എന്നല്ലേ, അത് ജുംല ഫേലിയ ആയിട്ട് വരും അല്ലേ. പിന്നെ വഫി യദിഹി അവൻ്റെ കൈ എന്താണ്, കീശയിലുണ്ട്, കീസുൻ സഞ്ചി, മംലൂഉൻ അത് നിറഞ്ഞിരിക്കുകയാണ്, ബിൽ ഖദറവാത്ത് എന്തുകൊണ്ട്, പച്ചക്കറി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. അവിടെ ഇസ്മുണ്ട്, പക്ഷേ ഇസ്മു കൊണ്ട് തുടങ്ങുന്നില്ല, അവിടെ ഫീ ആണ്. പിന്നെ ജോർജ് ആരാണ്, മഹബൂബുൻ ഫിൽ ഖറിയ നാട്ടുകാർക്ക് പ്രിയങ്കരനാണ്. അപ്പോൾ ജോർജ് ഒരു ഇസ്മല്ലേ, അത് നമുക്ക് ജുംല ഇസ്മിയയിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസുകൾ ജുംല ഇസ്മിയയിലും ഫേലിയയിലും ഇതുപോലെ തിരിച്ചെഴുതണം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ ചാനലിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും, നിങ്ങൾ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്കൂൾ അറബിക് ഗൈഡിൻ്റെ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ സ്കൂൾ അറബിക് ഗൈഡ് എന്ന് അടിച്ചാൽ കിട്ടും, നിങ്ങൾക്ക് പോയി ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.